നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു കോൺട്രവേഴ്സീസ് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മൂവ് ഓൺ ആകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ OD4 ഞാൻ കണ്ടത്. OD1 തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിച്ച് വരുന്നവർ കാണും. അപ്പോൾ അവർക്ക് അങ്ങനെ നോക്കാൻ വേണ്ടിയായിരിക്കും. അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. സിനിമ ചാവ എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് രണ്ട് രീതിയിൽ സിനിമ അപ്രോച്ച് ചെയ്യാം. ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനത് ഇട്ടിട്ടുമുണ്ട്. ഏതെങ്കിലും രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്കിതൊരു പീരിയോഡിക് ഡ്രാമ സിനിമ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാം. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് വൈകാരികമായിട്ട് വല്ലാത്ത രീതിയിൽ കണക്ട് ആകും. ഇപ്പോൾ ഉദാഹരണത്തിന് രേഖാചിത്രം എന്ന സിനിമ കാണുമ്പോഴത്തേക്കും ചില സിനിമകൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും അത് വൈകാരികമായിട്ട് ചെയ്യും, കണക്ട് ആകും. ഇപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, മറാഠ എംപയറിനെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് എന്നൊരു പേര് തന്നെ ആയിരിക്കും. നമ്മൾ ഇന്നത്തെ പ്രസൻറ്റ് മഹാരാഷ്ട്ര അല്ലെങ്കിൽ അന്ന് ഉത്തര കർണാടക അല്ലെങ്കിൽ മഹാരാഷ്ട്ര മാത്രമല്ല ഉത്തര കർണാടക ഈ പ്രദേശങ്ങളിലൂടെയെല്ലാം പോകുമ്പോഴത്തേക്കും നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഒരു ശിവാജി മഹാരാജ് ഒരു പ്രതിമ കാണും.